പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു വലിയ നാരങ്ങ കൊണ്ടൊരു നല്ലൊരു കറി ഉണ്ടാക്കാം കേട്ടോ. അത് വലിയ നാരങ്ങ അതാ നമുക്ക് ഒരുപാട് മൂത്ത് കിടപ്പുണ്ട്. ഇതിൽ നല്ലത് നോക്കി നമുക്കൊന്ന് പറിച്ചെടുക്കാം. ഇതെല്ലാം മൂത്തതാണ്. അപ്പോൾ അതിലേതാ നല്ലതെന്ന് നോക്കാം നമുക്ക്. ഇപ്പോൾ ഒരുമാതിരി നന്നായിട്ട് പഴുത്തിട്ടില്ല, എന്നാലും നല്ലോണം മൂപ്പായ ഒരു വലിയ നാരങ്ങ. ഇപ്പം നിങ്ങളുടെ നാട്ടിലേക്ക് ഇതെന്താ പേര് പറയുന്നറിയത്തില്ല. നമ്മുടെ ഇവിടെ വടുകപ്പുളി എന്ന് പറയും. പല നാട്ടിൽ പല പേരാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതിന് വലിയ നാരങ്ങ എന്നും പറയും. അപ്പോൾ നമുക്കിതുകൊണ്ട് ഇത് അച്ചാറൊക്കെ ഇടാൻ നല്ലൊരു നാരങ്ങയാണ് കേട്ടോ. ഇതുകൊണ്ട് നല്ല സൂപ്പറായിട്ട് ഒരു വറുത്തരച്ച് കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് കറി വെക്കാൻ ആദ്യം നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ തൊണ്ട ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള അതിൻ്റെ നാരങ്ങയുടെ അല്ലി മാത്രം നമുക്ക് എടുക്കണം. അപ്പോൾ ഒന്ന് കട്ട് ചെയ്യാം. അതിൻ്റെ കുരുവും നമുക്ക് ആവശ്യമില്ല. നല്ലോണം മൂപ്പായ നാരങ്ങയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ആദ്യം. ഇനി നമുക്ക് ഇതിൻ്റെ കുരു ഒന്നും ഇതേപോലെ ഒന്ന് കളയാം. കുരു കൊണ്ട് നമുക്ക് കറിക്ക് കയ്പ്പുണ്ടാവും, അതാണ് അതിൻ്റെ ബുദ്ധിമുട്ട്. അപ്പോൾ ആ കുരു കംപ്ലീറ്റ് ഒഴിവാക്കാം. അതിന് ശേഷം കൈ കൊണ്ട് അടത്തിയെടുത്താലും മതി. അപ്പം നമ്മളിങ്ങനെ ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഇത് നമ്മൾ അല്ലിയായിട്ട് ഇങ്ങനെ ഇതേപോലെ അടത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഇനി ഇത്രയും ഹാർഡായിട്ടുള്ള പുളി നമുക്ക് ആവശ്യമില്ല. നമുക്കൊരു ശകലം ഒന്ന് ചെറുതായിട്ട് ഇതിൻ്റെ നീരൊന്ന് പിഴിഞ്ഞെടുക്കാം. ഫുള്ള് കളയരുത്, പകുതി. നമ്മൾ കുറച്ച് നീര് ഇതിൻ്റെ ഒഴിവാക്കിയിട്ടുള്ളൂ. ഈ രീതിയിൽ നമ്മൾ ഇതൊന്ന് ചെറുതായിട്ട് പിഴിഞ്ഞെടുത്തു. ഇനി നമുക്ക് വേണ്ടത് ഒരു തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തേങ്ങ ചിരവിയത് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമുക്ക് സ്റ്റൗ ഒന്ന് കത്തിച്ച് നമുക്കൊരു ചീനച്ചട്ടിയിൽ ഇത് വറുത്തെടുക്കാം കേട്ടോ. ചീനച്ചട്ടിയിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ശേഷം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. ഇതൊരു ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ രീതിയിൽ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യമുള്ള മുളക് പൊടി കേട്ടോ, ഒരു 1.5 ടീസ്പൂൺ. നമുക്ക് ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാവേ, മതി. ഇതും ഇതിൻ്റെ കൂടെയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം. നമുക്ക് ആറാൻ വെക്കാം കേട്ടോ. നന്നായിട്ട് ആറിയ ശേഷം മിക്സിയിൽ നന്നായിട്ട് വെണ്ണ പോലെ അരച്ചെടുക്കണം ഇതിനെ. നമുക്ക് സ്റ്റൗ ഒന്ന് കത്തിക്കാം.
ഒരു മൺചട്ടിയിൽ തയ്യാറാക്കാം. ചട്ടിക്കകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ നാരങ്ങ ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് കേട്ടോ. അപ്പം അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വാട്ടാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിൽ നമുക്ക് വാടി വരാനും നമുക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ നാരങ്ങയും ഉള്ളിയും നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ വറുത്തരച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉപ്പ് ചേർത്തായിരുന്നു, പക്ഷെ കുറവാണ്. നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ പാകത്തിന് ഉപ്പ് എല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് ഈ അരപ്പൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ടൊന്ന് മൂടി വെക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇപ്പം കടുക് താളിച്ച് ഒഴിക്കാം. സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പം സുഹൃത്തുക്കളെ, നമ്മുടെ കറി റെഡിയായി. നല്ല അടിപൊളി ഒഴിച്ചു കറി കേട്ടോ. നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇതേപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു നല്ലൊരു റെസിപ്പിയായിട്ട് കണ്ടുമുട്ടാം. അതുപോലെ എൻ്റെ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒത്തിരി സ്നേഹം, ഒത്തിരി നന്ദി. വീണ്ടും കാണാം കേട്ടോ.